ചാരുവിൻ്റെ ചുണ്ടുകൾ നുണഞ്ഞു മതിയാവാതെ തോന്നി അശ്വിന്. അവൾ അവനെ തള്ളി മാറ്റി. ചുമരിൽ ചാരി നെഞ്ചിൽ കൈവച്ച് കിടക്കുന്ന പെണ്ണിനെ ഒട്ടൊരു ചിരിയോടുകൂടി അശ്വിൻ നോക്കിയിരുന്നു. എന്നെ കൊല്ലാനുള്ള പുറപ്പാടാണോ ഡോക്ടർ? ഇപ്പോൾ ശ്വാസം നിന്നേനെ. അങ്ങനെ നിന്റെ ശ്വാസം പോകാൻ ഞാൻ സമ്മതിക്കുമോ? അതിനല്ലേ ഞാൻ കൃത്രിമ ശ്വാസവുമായി നിൽക്കുന്നേ. പെണ്ണിനെ വലിച്ച് നെഞ്ചിൽ ചേർത്ത് നിർത്തി അശ്വിൻ. പിന്നെ ചിലപ്പോൾ നാളെ അമ്മയും അങ്കിളും കൂടി വീട്ടിലേക്ക് വരും വിവാഹകാര്യം സംസാരിക്കുന്നതിന് വേണ്ടി. അരുണിന് ജോലിയായി, ഇപ്പോൾ ഓഫീസിൽ പോകുന്നുണ്ട്, കാര്യങ്ങളൊക്കെ സേഫാണ്. അപ്പോൾ പിന്നെ നമ്മുടെ കാര്യം ഇനിയും നീട്ടിക്കൊണ്ട് പോകേണ്ടെന്നാണ് അമ്മ പറയുന്നത്. എനിക്ക് വയ്യ ഇനിയും ഇതുപോലെ കാത്തിരിക്കാൻ. ഇപ്പോഴാണെങ്കിൽ നീ അടുത്തുള്ളപ്പോൾ ചുറ്റുമുള്ളതൊന്നും ഞാൻ അറിയുന്ന പോലുമില്ല. നിന്നെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ലടി. നമുക്ക് എത്രയും പെട്ടെന്ന് വിവാഹം കഴിക്കാം. അവളോടുള്ള പ്രണയം കണ്ണുകളിൽ നിറച്ചുകൊണ്ടുള്ള അശ്വിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ പെണ്ണൽപ്പം കൂടി അവൻ്റെ നെഞ്ചിലേക്ക് അള്ളിപ്പിടിച്ചു. ഇതെവിടേക്കാണ് കയറി വരുന്നേ? അവൻ്റെ ശരീരത്തിലെ മാറ്റങ്ങൾ അറിയാതെ തന്നിലേക്ക് കൂടുതൽ കൂടുതൽ ഒട്ടി വരുന്ന പെണ്ണിനെ അല്പം പിന്നിലേക്ക് നിർത്തിക്കൊണ്ട് അശ്വിൻ ചോദിച്ചു. അശ്വിൻ്റെ നോട്ടം പാളിയപ്പോൾ ചാരുവും കണ്ടു. അയ്യേ ഈ ഡോക്ടർ! പെണ്ണ് മുഖം പൊത്തി പിന്നിലേക്ക് മാറി. അയ്യോ, ഇപ്പോൾ ഞാനായോ കുറ്റക്കാരൻ? ഇപ്പോൾ കണ്ണുപൊത്തി തുടങ്ങിയ ഇതിനൊരവസാനം ഉണ്ടാവില്ലല്ലോ വാവേ. ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു എൻ്റെ കുഞ്ഞ്, പറഞ്ഞുകൊണ്ട് അവൻ അവളെ ചേർത്ത് പിടിച്ചു. അരുൺ ഓഫീസിലെത്തിയപ്പോൾ സെക്യൂരിറ്റി അവൻ്റെ ലാപ്പടങ്ങിയ ബാഗ് വാങ്ങി ക്യാബിനിൽ കൊണ്ടുപോയി. ഇപ്പോൾ ഓഫീസിലെ എല്ലാവർക്കും പരിചയമാണ് അരുണിനെ. കാരണം അരുൺ ഓഫീസിൽ വന്നു തുടങ്ങിയിട്ട് മാസം 2 കഴിഞ്ഞു. ജോലികളൊക്കെ വളരെ കൃത്യമായും വ്യക്തമായും അവൻ ചെയ്ത് തീർക്കും. എല്ലാവർക്കും വളരെ നല്ല അഭിപ്രായമാണ് അരുണിനെക്കുറിച്ച്. ഇടയ്ക്ക് മൃദുല ഓഫീസിൽ വന്നപ്പോൾ നേരിട്ട് അവൻ്റെ വർക്കിനെക്കുറിച്ച് പ്രശംസിച്ചു. സിറ്റിയിൽ തന്നെയുള്ള ടെക്സ്റ്റൈൽസിൻ്റെയും ഏകദേശം കാര്യങ്ങൾ ഇപ്പോൾ മൃദുല അരുണിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആഴ്ചയിൽ 2 പ്രാവശ്യം അവിടെ പോയി കണക്കുകൾ ചെക്ക് ചെയ്യും. ടെക്സ്റ്റൈൽസിലെ ജീവനക്കാർക്കും അവനോട് താല്പര്യമാണ്. എന്നാൽ അവിടുത്തെ മാനേജർ ബീനുവിന് അരുണിൻ്റെ ഈ വരവും ചെക്കിങ്ങും ഒന്നും അത്ര കാര്യമായിട്ട് ഇഷ്ടമില്ല. സ്റ്റോക്കിൽ അല്ലറച്ചില്ലറ തട്ടിമറിയും പൈസ ഇടപാടുകളും അയാൾക്ക് അവിടെയുണ്ട്. കഴിഞ്ഞ തവണ വന്നപ്പോൾ തന്നെ അരുൺ ബിനുവിനെ വിളിച്ച് ചില കണക്കുകൾ കാണിച്ചിരുന്നു. അപ്പോൾ എന്തൊക്കെയോ പറഞ്ഞൊഴിഞ്ഞു മാറിയെങ്കിലും ഇനിയും ഇതുപോലെ ഉണ്ടായാൽ താൻ പിടിക്കപ്പെടുമെന്ന് അവന് ഉറപ്പായിരുന്നു. ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരും വീട്ടിലുണ്ട്. 10 മണിയോടുകൂടി അശ്വിനും അമ്മയും വരും എന്ന് ഇന്നലെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒരുക്കുന്ന തിരക്കിലാണ് കീർത്തിയും അമ്മയും ചാരുവും. വിവാഹക്കാരെ സംസാരിക്കാനാണ് അവർ വരുന്നതെന്ന് വീട്ടിലെല്ലാവർക്കും അറിയാം. അതിൻ്റെ മുന്നൊരുക്കം കൂടിയാണ്. അടുക്കളയിലെ കാര്യങ്ങൾ ഏകദേശം കഴിഞ്ഞു. എല്ലാവരും ഫ്രഷായി ഹാളിൽ ഇരിക്കുമ്പോഴാണ് അശ്വിൻ്റെ വരവ്. മറൂൺ ഷർട്ടും അതേ കളർ കരയുള്ള മുണ്ടുമുടുത്തപ്പോൾ അവൻ്റെ വരവ് കണ്ട് ചാരുവിൻ്റെ കണ്ണ് വിടർന്നു. ആ വേഷത്തിൽ ആദ്യമായിട്ടാണ് അവനെ കാണുന്നത്. അതുപോലൊരു വേഷമാണ് വിനോദിനും. എന്നാൽ മൃദുല അത്യാവശ്യം വർക്കുള്ള കോട്ടൺ സാരിയാണ് എടുത്തിരിക്കുന്നത്. അവരുടെ ടെക്സ്റ്റൈൽസിൽ തന്നെ ഉള്ളത്. പുതുതായി വരുന്ന സ്റ്റോക്കുകൾ ആദ്യം ട്രയൽ നോക്കുന്നത് മൃദുലയാണ്. കൂടെ രാജശേഖരനും ഉണ്ടായിരുന്നു. അതിഥികളെ സന്തോഷത്തോടു കൂടിയാണ് നന്ദിനിയും അരുണും അകത്തേക്ക് ക്ഷണിച്ചിരുത്തിയത്. വന്ന പാടെ വീടും ചുറ്റുപാടും ഒക്കെ രാജശേഖരൻ നോക്കുന്നത് കണ്ടു. അയാളുടെ മുഖത്ത് തൃപ്തി നിറഞ്ഞ ചിരിയായിരുന്നു. ചെറിയ വീടാണെങ്കിലും കാണാൻ ഭംഗിയുള്ള ചുറ്റുപാടും കൊള്ളാം. എല്ലാത്തിലും ഉപരി ആ വീട്ടുകാരുടെ മുഖത്തെ സന്തോഷം, ആളുകളെ സ്വീകരിക്കുന്നതിലെ മര്യാദയൊക്കെ അയാൾ പ്രത്യേകം ശ്രദ്ധിച്ചു. ചാരുവും കീർത്തിയും കൂടി അകത്തേക്ക് പോയി എല്ലാവർക്കും കുടിക്കാനെടുത്തു. അതിഥികൾക്ക് കുടിക്കാൻ കൊടുത്ത് മാറി നിൽക്കുന്നവരെ രാജശേഖരൻ തൻ്റെ അടുത്തേക്ക് പിടിച്ചിരുത്തി. നിങ്ങളിങ്ങനെ മാറി നിൽക്കുകയൊന്നും വേണ്ട, നമുക്ക് എല്ലാവർക്കും പരസ്പരം അറിയുന്നതല്ലേ. ഇന്നലെ ഇവിടെ വരുന്ന കാര്യം അറിഞ്ഞത് മുതൽ ഗായത്രി വരാൻ വേണ്ടി ശ്രമിച്ചതാണ്, പക്ഷെ നടന്നില്ല. ഇവിടെ ഇത്രയൊക്കെ കമ്പനി ഉണ്ടെങ്കിലും അവിടെ ഒന്നും ജോലി ചെയ്യാതെ അവൾക്ക് സ്വന്തമായി സ്റ്റാർട്ടപ്പ് തുടങ്ങണമെന്ന് പറഞ്ഞിട്ടാണ് ചെന്നൈയിലേക്ക് പോയതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ രാജേട്ടാ. അന്തസ്സായി അവിടെ ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യുന്നില്ലേ? മൃദുല ഗായത്രിയുടെ സൈഡ് പറയാനെത്തി. അതിന് ഞാൻ കുറ്റമൊന്നും പറഞ്ഞില്ലല്ലോ മൃദു. 2 പേരെയും നോക്കി മറ്റുള്ളവർ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ വിവാഹത്തിന് മുമ്പ് ഇവരുടെ 2 പേരുടെയും വിവാഹം നടത്തിയാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അശ്വിൻ്റെ പറച്ചിൽ കേട്ടപ്പോൾ മൃദുല അവൻ്റെ തുടയിൽ നുള്ളി വിട്ടു. വെറുതെ ഇരിക്കുന്നുണ്ടോ അച്ചു? നീ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും. നമ്മൾ വന്ന കാര്യം പറയാൻ ഇനിയും വൈകിക്കണോ മൃദു? വേണ്ട രാജേട്ടാ,
നന്ദിനിക്കറിയാമല്ലോ ഞങ്ങൾ വന്നത് എന്തിനായിരിക്കുമെന്ന്. അശ്വിൻ്റെയും ചാരുവിൻ്റെയും വിവാഹം നമുക്ക് അതങ്ങ് നടത്തിയാലോ? ഇനി അത് വൈകിച്ചു കൊണ്ടുപോകണോ? മൃദുല നന്ദിനിയുടെ മുഖത്തേക്ക് നോക്കി. അവർ ഒരു നിമിഷം ആലോചനയോടുകൂടി ഇരുന്നു. ഇവരുടെ വിവാഹം നടത്തുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ അവരുടെ ആ പക്ഷയിൽ എല്ലാവരും തറഞ്ഞിരുന്നു. അരുണിന് ചാരുവിൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് മതിയെന്നാണ് പറയുന്നത്. എന്നാലും കീർത്തി ഇവിടെ ഉള്ളപ്പോൾ അത് ശരിയല്ല. അതുകൊണ്ട് അരുണിൻ്റെ നിശ്ചയമെങ്കിലും നടത്തിവെക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാനങ്ങ് പേടിച്ചു പോയി നന്ദിനിയുടെ പക്ഷേ കേട്ടപ്പോൾ. മൃദുല ആശ്വാസത്തോടു കൂടി പറഞ്ഞുകൊണ്ട് ഒന്നുകൂടി അമർന്നിരുന്നു. അതമ്മ പറഞ്ഞത് നേരാണ്. അരുണിൻ്റെ നിശ്ചയം ആദ്യം നടത്താം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വിവാഹത്തിൻ്റെ ഡേറ്റ് എടുക്കാം. അശ്വിനും കൂടി നന്ദിനി പറഞ്ഞത് ശരിവെക്കുമ്പോൾ അവരുടെ വിവാഹ നിശ്ചയം ആദ്യം നടത്താമെന്ന തീരുമാനത്തിലെത്തി എല്ലാവരും. എന്തായാലും ഡേറ്റ് രണ്ടും ഇന്ന് തന്നെ എടുക്കാം. ആദ്യം നിശ്ചയം നടക്കട്ടെ, അത് കഴിഞ്ഞ് വിവാഹവും. ഡ്രസ്സ് എടുക്കാനും മറ്റ് സൗകര്യം പോലെ ഒരുമിച്ച് പോകാം. അടുത്ത ദിവസം അശ്വിന് 1-2 സർജറി അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. അലക്സാണ്ടർ ഡോക്ടറും വരുന്നുണ്ട്. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കണം. ചാരുവും കൂടി അറ്റൻഡ് ചെയ്യുന്ന കേസായതുകൊണ്ട് തന്നെ തിരികെ പോകുമ്പോൾ അവളെയും കൂട്ടി. എല്ലാവർക്കും ഉള്ള ഭക്ഷണം കരുതിയിരുന്നത് കൊണ്ട് തന്നെ ആഹാരം കഴിച്ചതിന് ശേഷമാണ് എല്ലാവരും യാത്ര പറഞ്ഞിറങ്ങിയത്. അവരോടൊപ്പം തന്നെ നന്ദിനിയും ജ്യോത്സ്യനെ കാണാനായി പോയി. വീട്ടിൽ അരുണും കീർത്തിയും മാത്രമായി. കുറച്ച് പാത്രങ്ങൾ കഴുകാനുള്ളത് കൊണ്ട് കീർത്തി കിച്ചണിലായിരുന്നു. പിന്നിൽ അടക്കം കേട്ടുകൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് കള്ള ലക്ഷണവുമായി നിൽക്കുന്ന അരുണിനെ കാണുന്നത്. അവൻ്റെ നോട്ടവും മറ്റുമൊക്കെ കണ്ടപ്പോൾ തന്നെ അവൾക്ക് കാര്യം ഏകദേശം മനസ്സിലായി. ഇപ്പോൾ ഒരു മിനിറ്റ് പോലും അടങ്ങിയിരിക്കില്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഇതുപോലെ പിന്നാലെ കൂടി കുറുമ്പ് കാണിക്കും. അതും അമ്മയില്ലാത്തപ്പോൾ. ഇന്നും എന്തിനോ ഉള്ള പുറപ്പാടാണ്. അതുപോലെയാണ് നിൽപ്പും ഭാവവുമൊക്കെ. പാത്രങ്ങളൊക്കെ കഴുകി മാറ്റി കൈയും തുടച്ചുകൊണ്ട് പിന്തിരിയുമ്പോൾ അവൻ്റെ നെഞ്ചിൽ തട്ടി നിന്നു. ഒരു നിമിഷം രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിൽ കൊരുത്തു. അവൻ്റെ നോട്ടം സഹിക്കാനാവാതെ കീർത്തി മുഖം വെട്ടിച്ചു മാറ്റി. എന്നാൽ അവളെ വിടാതെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് കൗണ്ടർ ടോപ്പിൽ ചാരി നിന്നുകൊണ്ട് അവളെയും ചേർത്ത് പിടിച്ചു. ഇരുവരുടെയും നെഞ്ചിടിപ്പിൻ്റെ താളം ഉച്ചത്തിലായി. അവളുടെ മാർദ്ദവങ്ങൾ അവൻ്റെ നെഞ്ചിലമർന്നപ്പോൾ ഇരുവരുടെയും ശരീരത്തിൽ കറണ്ട് പാസ് ചെയ്യുന്നത് പോലെ തോന്നി. പെണ്ണിൻ്റെ കണ്ണുകൾ പരൽമീനുകളെപ്പോലെ പിടച്ചു തുടങ്ങി. അരുണിൻ്റെ മുഖം അവളുടെ നേർക്ക് താഴ്ന്നു വന്ന് അവളുടെ ചുണ്ടുകളെ സ്വന്തമാക്കുമ്പോൾ അറിയാതെ കീർത്തിയുടെ കണ്ണുകൾ അടഞ്ഞുപോയി. ഇരുവരും വശ്യമായ ചുംബനത്തിൻ്റെ ആലസ്യത്തിലായി. കീർത്തിയുടെ കൈ അരുണിൻ്റെ ശരീരത്തിൽ ചുറ്റിപ്പൊതിഞ്ഞു. അരുണിൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിലൂടെ ഊർന്നിറങ്ങി. അറിയാതെ കീർത്തിയുടെ കഴുത്ത് പിന്നിലേക്ക് മലന്നു. അവൻ്റെ ചുണ്ടുകൾ അവളുടെ മാറിലേക്ക് താഴ്ന്ന നേരം കീർത്തി ഉയർന്നു പോയി. ടോപ്പിൻ്റെ പുറത്തുകൂടി അവൻ്റെ മുഖം അവളെ ഉരസി മാറുമ്പോൾ കീർത്തി അവൻ്റെ മുടിയിൽ പിടിച്ച് ഒന്നുകൂടി അമർത്തി. കൈവിരലുകൾ സ്ലിറ്റിലൂടെ ഇടയിലൂടെ അവളുടെ വറയറിലേക്ക് ഇഴഞ്ഞു നീങ്ങി. ടോപ്പ് വലിച്ചുയർത്തിക്കൊണ്ട് അരുണിൻ്റെ മുഖം മാറിലമർന്നപ്പോൾ കീർത്തി പിടഞ്ഞുകൊണ്ട് അവനെ തള്ളി മാറ്റാൻ ഒരു ശ്രമം നടത്തി. പക്ഷേ അവൻ്റെ മുഖം കൂടുതൽ കൂടുതൽ മാറിലേക്ക് അമർന്നുകൊണ്ടേയിരുന്നു. പെട്ടെന്നാണ് അരുണിൻ്റെ ഫോൺ റിങ് ചെയ്തത്. അസ്വസ്ഥതയോടെ അവളെ വിട്ട് കോൾ അറ്റൻഡ് ചെയ്തു. അപ്പോഴും അരുണിനെ മുഖമുയർത്തി നോക്കാൻ കഴിയാത്ത വിധം കീർത്തി തളർന്നു പോയി. ചുവന്ന് തുടുത്ത പെണ്ണിൻ്റെ മുഖം കണ്ടപ്പോൾ അവന് ചിരിയായിരുന്നു. അപ്പുറത്തു നിന്നുള്ള ഫോൺ സംഭാഷണം കേട്ടുകൊണ്ട് കുനിഞ്ഞു വന്ന അവളുടെ ചുവന്നു പോയ കവളിൽ അമർത്തി ഉമ്മവെച്ചു. ഇടത് കൈകൊണ്ട് അവളെയും ചേർത്ത് പിടിച്ച് ഫോണിൽ സംസാരിച്ചു കൊണ്ട് ഹാളിലേക്ക് പോയി. 3 കേസുകൾ അറ്റൻഡ് ചെയ്യാനുണ്ട്. അശ്വിനോടൊപ്പം തന്നെ പേഷ്യൻസിനെ കണ്ട് അവരുടെ ഡീറ്റെയിൽസ് ഒരിക്കൽ കൂടി ചെക്ക് ചെയ്തു. എല്ലാം കഴിഞ്ഞ് തിരികെ ക്യാബിനിലേക്ക് എത്തുമ്പോഴേക്കും 10 മണി കഴിഞ്ഞു. എന്തായാലും ഹോസ്റ്റലിലേക്ക് പോകാൻ ഇന്ന് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ കഴിച്ചുകൂട്ടാൻ തീരുമാനിച്ചു. വിനോദിനോടൊപ്പം ഫ്ലാറ്റിലേക്ക് പോകണമെന്ന് കരുതിയതായിരുന്നു അശ്വിൻ. എന്നാൽ ചാരു ഫ്ലാറ്റിലേക്ക് പോകുന്നില്ല എന്നറിഞ്ഞപ്പോൾ അശ്വിനും പോകുന്നില്ലെന്ന് തീരുമാനിച്ചു. അത്രയും സമയം അശ്വിൻ്റെ വരവിനായി കാത്തുനിന്ന വിനോദ് അവൻ ചെല്ലുന്നില്ല എന്നറിഞ്ഞപ്പോൾ ചാടിത്തുള്ളി ക്യാബിനിലേക്ക് വന്നതാണ്. അപ്പോൾ മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന അശ്വിനെയും ചാരുവിനെയും കണ്ടപ്പോൾ അതിനിടയിലേക്ക് അവനും കൂടി വന്നിരുന്നു. എന്നാൽ ഇതൊന്നും അറിയാതെ ചാരു അശ്വിനും അവരുടേതായ ലോകത്തായിരുന്നു. ഇങ്ങനെ കണ്ണിൽ നോക്കിയിരിക്കാനാണോടാ നീ എന്നെ കൂടി പിടിച്ചു നിർത്തിയത്? വിനോദിൻ്റെ ശബ്ദം കേട്ടാണ് രണ്ടുപേരും ഞെട്ടിപ്പിടഞ്ഞു നോക്കിയത്. തങ്ങളുടെ അടുത്തായിരിക്കുന്ന വിനോദിനെ കണ്ടപ്പോഴാണ് അമളി പറ്റിയെന്ന് മനസ്സിലായത്. അപ്പോൾ ഇതുകൊണ്ടാണ് സാറിന്ന് ഫ്ലാറ്റിലേക്ക് വരുന്നില്ലെന്ന് തീരുമാനിച്ചത്. അങ്ങനെ ഒരു കാര്യം നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ സ്ഥലം കാലുവാക്കുമായിരുന്നല്ലോ. എടാ, ഇവൾ ഹോസ്റ്റലിലേക്ക് പോകുന്നില്ലെന്ന് ഞാൻ ഇപ്പോഴല്ലേ അറിഞ്ഞത്.
അപ്പോൾ പിന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങനെ വരും? നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നീ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ച് എന്നെ തന്നെ പറയണം. നിനക്കിവിടെ കണ്ണിൽ നോക്കിയിരിക്കാൻ ഇവളെങ്കിലും ഉണ്ട്. എനിക്ക് ആരുണ്ടടാ? ഞാനെന്തായാലും പോകുന്നു. നിങ്ങളുടെ സ്വർഗത്തിലെ കട്ടുറുമ്പാകുന്നില്ലേ? പറഞ്ഞുകൊണ്ട് വിനോദ് എഴുന്നേറ്റ് പോയി. ഞാനിവിടെ ഇരുന്നോളാം ഡോക്ടർ. ഫ്ലാറ്റിലേക്ക് പോകാൻ നോക്ക്. എനിക്കിവിടെ ആരും കൂട്ടുവേണ്ട. ചാരു അശ്വിനോട് പറയുമ്പോൾ അവൻ അവളെ കോർപ്പിച്ച് നോക്കി. അയ്യോ, അത് ബുദ്ധിമുട്ടാവില്ലേ സിസ്റ്റർക്ക്? അവനും അവൾ പറഞ്ഞ അതേ ഇണത്തിൽ പറഞ്ഞു. അവൻ പിണങ്ങിയിട്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് അവൾക്ക് മനസ്സിലായി. അതെങ്ങനെ ശരിയാവും കൊച്ചേ? നീ ഇവിടെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഞാൻ പോകുന്നത്? അതൊക്കെ ശരിയാവും. വെറുതെ ഏട്ടനെ വിഷമിപ്പിക്കേണ്ട. പോകാൻ നോക്ക് ഡോക്ടറെ. അവനെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് ചാരു പറഞ്ഞു. അവനൊരു കുഴപ്പവുമില്ല. നിനക്കെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ പൊക്കോളാം. അശ്വിൻ അവളോട് പിണങ്ങി. എനിക്ക് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ ഡോക്ടർ ഇപ്പോൾ എപ്പോൾ കണ്ടാലും വെറുതെ ഇരിക്കില്ല. മുഖം പൊത്തി നിന്ന് ചാരു പറഞ്ഞു. അതെന്തൊരു പറച്ചിലാണ് കുഞ്ഞെ? അവളുടെ ചുവന്നുപോയ മുഖം പിടിച്ച് തൻ്റെ നേർക്കാക്കിക്കൊണ്ട് അശ്വിൻ ചോദിച്ചു. അവൾ മുഖത്തു നിന്നും കൈമാറ്റാൻ അനുവദിച്ചില്ല. പോയേ, എനിക്ക് നാണമാ. പെണ്ണ് തിരിഞ്ഞു നിന്നു. അവളുടെ ആ ഭാവങ്ങളൊക്കെ അവന് അന്യമായിരുന്നു. ഇങ്ങനെ എന്നെ കൊതിപ്പിക്കല്ലേ കൊച്ചേ. ഞാൻ വിവാഹം വരെയൊന്ന് കാത്തു നിൽക്കില്ല. അശ്വിൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇരുവരിലും ഇതുവരെയും കാണാത്ത പുതിയ പുതിയ ഭാവങ്ങൾ. രാവിലെ അരുൺ ഓഫീസിൽ പോയി. ഉച്ചയായപ്പോൾ അമ്മയുടെ കോൾ വന്നു. ചാരുവിൻ്റെയും അശ്വിൻ്റെയും വിവാഹത്തിൻ്റെ ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. കൂടെ അരുണിൻ്റെ എൻഗേജ്മെൻറ്റ് തീയതിയും. രണ്ടും ഏകദേശം അടുത്തടുത്താണ്. എങ്കിലും ആദ്യം നിശ്ചയത്തിൻ്റെ ഡേറ്റ് തന്നെയാണ് എടുത്തത്. അമ്മ ആ ഡേറ്റ് പറയുമ്പോൾ അരുൺ വേഗം തൊട്ടടുത്തിരിക്കുന്ന കലണ്ടറിലേക്ക് നോക്കി. ഇനി കൂടിപ്പോയാൽ ഒരാഴ്ച, അത്രയേ ഉള്ളൂ എൻഗേജ്മെൻറ്റിന്. അമ്മ, ഇത് വളരെ അടുത്തായി പോയില്ലേ? അതൊന്നും സാരമില്ല. ഒരുക്കങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. എല്ലാത്തിനും കൂടെ എല്ലാവരും ഉണ്ടല്ലോ. ഡ്രസ്സ് എടുക്കാനും മോതിരം വാങ്ങാനും മാത്രം നീ വന്നാൽ മതി. നിൻ്റെ കാര്യം ആദ്യം നടക്കണം എനിക്ക്. അത് മതി. അമ്മ ഈ വിവരം ആൻറ്റിയെ അശ്വിനെയും വിളിച്ചറിയിച്ചോ? ഇല്ല, ഞാൻ വന്ന ഉടനെ നിന്നോടാണ് പറഞ്ഞത്. നീ തന്നെ വിളിച്ചറിയിച്ചാൽ മതി എല്ലാവരെയും. ഞാൻ വിളിച്ച് പറഞ്ഞോളാം അമ്മ. സർജറി കഴിഞ്ഞ് അലക്സാണ്ടർ ഡോക്ടർ യാത്രയായപ്പോൾ അശ്വിനും ചാരുവും കൂടി കഫറ്റീരിയയിൽ പോയി കോഫിയും സ്നാക്സും കഴിക്കുകയായിരുന്നു. അപ്പോഴാണ് അശ്വിൻ്റെ അമ്മ ഫോണിലേക്ക് വിളിക്കുന്നത്. ആ അമ്മ പറഞ്ഞോ. ഫ്രീ ആയിട്ടിരിക്കുകയാണോ അച്ചു? കുറച്ച് നേരത്തെ നന്ദിനി വിളിച്ചിട്ടുണ്ടായിരുന്നു. വിവാഹത്തിൻ്റെ നിശ്ചയത്തിനുള്ള ഡേറ്റ് എടുത്തു. ഒരാഴ്ച കൂടി കഴിയുമ്പോൾ അരുണിൻ്റെ നിശ്ചയമാണ്. അത് കഴിഞ്ഞ് കൃത്യം 1 മാസം ഉണ്ടാകും നിങ്ങളുടെ വിവാഹത്തിന്. ആണോ അമ്മ? അറിഞ്ഞില്ല. ഇല്ല, ചാരുവിനെ വീട്ടിൽ നിന്ന് വിളിച്ചില്ല. ഇപ്പോൾ അമ്മ പറഞ്ഞിട്ടാണ് അറിഞ്ഞത് ഞാൻ. അവളോട് പറഞ്ഞേക്കാം. സന്തോഷത്തിൽ സംസാരിച്ചു കൊണ്ട് എഴുന്നേറ്റ് ചാരുവിൻ്റെ അടുത്തേക്ക് വന്ന് അവളെ ചേർത്ത് പിടിച്ച് കവിളിൽ ഉമ്മ വെച്ചു. അവളാണെങ്കിൽ ഞെട്ടി ചുറ്റും നോക്കുമ്പോൾ അങ്ങുമിങ്ങും ഇരിക്കുന്ന ഡോക്ടേഴ്സും സിസ്റ്റർമാരും ഒക്കെ നോക്കുന്നുണ്ട്. അശ്വിനും അപ്പോഴാണ് അതിനെക്കുറിച്ച് ബോധം വന്നത്. പെട്ടെന്നുള്ള സന്തോഷത്തിൽ ചെയ്തു പോയതാണവൻ. എല്ലാവരെയും നോക്കി ചിരിച്ചു. ചാരു മുഖം കൂർപ്പിച്ചു വെച്ചു. അവളൊന്നും മിണ്ടാതെ പരിഭവിച്ച് നടക്കുന്നത് കണ്ടപ്പോൾ അവന് ചിരിയാണ്. എങ്ങനെയൊക്കെയോ ലിഫ്റ്റിനുള്ളിൽ വഴക്കം കൂടി രണ്ടുപേരും നേരെ റൂമിലെത്തി. റൂമിനുള്ളിൽ കയറി ഡോറിൽ ചാരി ഉടനെ പെണ്ണിനെ കെട്ടിപ്പിടിച്ച് ഇരു കവിളിലും അമർത്തി ഉമ്മ വെച്ചു. അല്പം മുമ്പ് ആൾക്കാരുടെ മുന്നിൽ വെച്ച് എന്നെ നാണം കെടുത്തിയപ്പോൾ കിച്ചുവിന് സമാധാനമായോ? അവനെ തള്ളി മാറ്റി കയ്യിൽ കിട്ടിയ പേപ്പർ വെയിറ്റ് അവൾ കയ്യിലേക്കെടുത്ത് അവൻ്റെ നേരെ ഉന്നം പിടിച്ചു. എൻ്റെ പൊന്നു കൊച്ചെ, നീ ദയവ് ചെയ്ത് അവിവേകമൊന്നും കാണിക്കരുത്. കൃത്യം 1 മാസം കഴിയുമ്പോൾ എൻ്റെ വിവാഹമാണ്. അതിന് നേരെ ചൊവ്വേ നിൽക്കണം എനിക്ക്. അതുകൊണ്ട് മോള് പേപ്പർ വെയിറ്റ് അവിടെ വെച്ചേ. വിവാഹത്തെക്കുറിച്ച് അശ്വിൻ പറയുന്നത് കേട്ടപ്പോൾ ചാരുവിൻ്റെ വാ പൊളിഞ്ഞുപോയി. മാത്രവുമല്ല, ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ എൻ്റെ ഭാവി അളിയൻ്റെ വിവാഹ നിശ്ചയമാണ്. അതിനും വിലസി നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നീ എന്നെ ഒരു വികലാംഗനാക്കരുത്. അതും കൂടി ആയപ്പോൾ പെണ്ണ് ഫ്ലാറ്റായി. കയ്യിരുന്ന പേപ്പർ വെയിറ്റ് നിലത്തേക്ക് വീണു. ഓടി അശ്വിൻ്റെ അടുത്തേക്ക് ചെന്നു. ഡോക്ടർ പറഞ്ഞത് ശരിയാണോ? ഏട്ടൻ്റെ നിശ്ചയവും നമ്മുടെ വിവാഹവുമാണോ? പിന്നെ അല്ലാതെ ഞാൻ തമാശ പറഞ്ഞതാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അമ്മ വിളിച്ചത് ഇത് പറയാനാണ്. ഇത് കേട്ടതിൻ്റെ സന്തോഷത്തിനല്ലേ ഞാൻ ആ ക്യാൻറ്റീനിലാണെന്ന് പോലും മറന്ന് നിന്നെ പിടിച്ച് ഉമ്മ വെച്ചത്. അശ്വിൻ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ കഴുത്തിലൂടെ കൈയിട്ട് അവൻ്റെ ഇരു കവിളിലും അമർത്തി ഉമ്മ വെച്ചു. ചാരു ഇരു കൈകളും അവൻ്റെ നേർക്ക് നീട്ടി കൊച്ചുകുട്ടികളെപ്പോലെ എടുക്കാൻ പറഞ്ഞു. പെണ്ണിൻ്റെ കൊഞ്ചൽ കണ്ട് അവൻ അവളെ പൊക്കിയെടുത്തു. അവളുടെ സന്തോഷം മുഴുവനും പൊട്ടിച്ചിരിയായി ആ റൂമിൽ മുഴങ്ങി. പിന്നീട് അമ്മയെയും കീർത്തിയെയും അരുണിനെയും വിളിച്ച് മാറി മാറി വിവാഹത്തിൻ്റെയും നിശ്ചയത്തിൻ്റെയും വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന തിരക്കിലായി. ഇതിനിടയിൽ അശ്വിൻ്റെ കുറുമ്പ് ഒരറ്റത്തു കൂടി നടക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ വിരലിനെ പിടിച്ചു വെച്ചും കണ്ണുരുട്ടി പേടിപ്പിച്ചും അവളത് നിയന്ത്രിച്ചു. തുടരും. എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന കൂട്ടുകാർ
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ.